സ്യൂഡോ സയൻസ് പ്രചരിക്കുന്നത് തടയാൻ നടക്കുന്ന ആൾക്കാർ തന്നെ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നത് എന്ത് കഷ്ടമാണ്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഏവർക്കും സയൻറ്റിഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലൂസി മലയാളം ചാനലിൻ്റെ ഓളിനോളും അതേപോലെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രമുഖ അമ്മാവനും കൂടായ ചന്ദ്രശേഖർ രമേശ് ചെയ്തൊരു വീഡിയോയിലെ ഒരു ഭാഗം അഡ്രസ്സ് ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു സീരീസ് ഓഫ് വീഡിയോസിലൊന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഈ വീഡിയോയെ തിരിച്ച് അതിൽ പറഞ്ഞ പല മിസ്ഇൻഫർമേഷനും 1 by 1 ആയിട്ട് ഡിബങ്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചന്ദ്രശേഖർ രമേശ് K2 എന്ന വൈറ്റമിനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ്. ഇതിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ക്ലെയിം എന്ന് വെച്ചാൽ വീഗൻസിന് വൈറ്റമിൻ K2 കിട്ടാൻ സാധ്യതയില്ല, അതുപോലെ തന്നെ ഇതുകൊണ്ട് വീഗൻസ് ആയവർക്ക് ഹെൽത്ത് മോശമാവാം എന്നുള്ള ക്ലെയിംസ് ഒക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. വൈറ്റമിൻ K2 വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലിലേക്ക് പ്രോപ്പറായിട്ട് കാൽസ്യം അബ്സോർപ്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ K2 എന്ന് പറഞ്ഞാൽ. ഇത് കിട്ടും, പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ കാണിച്ചിരിക്കുന്ന സാധനം ടെമ്പെ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ടെമ്പെ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വൈറ്റമിൻ K2 ഉണ്ട്. പിന്നെ കംബൂച്ച എന്ന് പറയുന്ന ചൈനയിൽ കിട്ടുന്ന ഫെർമെൻറ്റ് ചെയ്ത ചായക്കകത്ത് വൈറ്റമിൻ K2 ഉണ്ട്. പിന്നെ നാറ്റോ എന്ന് പറയുന്ന ജപ്പാനിൽ നിന്നുള്ള ഒരു ഡിഷ്, അതും ഇതുപോലെ പുളിപ്പിച്ച ബീൻസ് ഡിഷാണ്. അതിനകത്തും നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ K2 പ്ലാൻ സോഴ്സിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. ഒരു കാര്യം ആലോചിക്കണം, ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കുന്ന ഡാമേജ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലാണ്. കാര്യം നിങ്ങൾ അവിടെ കത്തിക്കുന്നത് ഫോസിൽ ഫ്യൂലാണ്. ഇത് പ്ലെയിനിലേ കൊണ്ടുവരാൻ പറ്റുമോ? ജപ്പാനിൽ നിന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ വീഗൻസ് പട്ടിണിയായി പോകും. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കൂടുതൽ ഫോസിൽ ഫ്യൂവൽ കത്തിക്കേണ്ടി വരും. ഇനി ഇത് എളുപ്പം കിട്ടുന്ന സ്ഥലം എവിടെയാണ്? പോർക്ക്, ബീഫ്, ടാലോ ലാഡൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ, വിട്ടേക്കോ. ബീഫും പോർക്കും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഫാമിൽ നിന്ന് നിങ്ങൾക്ക് നടന്നു പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഒരുപക്ഷെ ബീഫ് പോർക്കും. വൈറ്റമിൻ K2 ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. ഇത് അടിസ്ഥാനമായി തെറ്റാണ്. ഇത് വെറും ഫിയർ മോംഗറിംഗ് മാത്രമല്ല, അശാസ്ത്രീയമായ പ്രസ്താവന കൂടെയാണ്. നിങ്ങൾ അമ്മാവന്മാരാണ് അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പാനിക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ CR അയാളുടെ വീഡിയോയിലെ മിക്ക ക്ലെയിംസിനും ഒരു എവിഡൻസും ഡേറ്റയും വെക്കാത്തടത്തോളം അതിനെ ഈസിയായിട്ട് നമുക്ക് ഹിച്ച് ആൻഡ് റേസർ വഴി ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്കെന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. വൈറ്റമിൻ K എന്ന പ്രധാന സൂക്ഷ്മ പോഷകം അഥവാ മൈക്രോ ന്യൂട്രിയന്റ് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ രക്തസ്രാവം നിർത്തുവാൻ കൊടുക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ K സാധാരണ 2 രീതിയിലാണ് കാണപ്പെടുന്നത്. വൈറ്റമിൻ K1 അതായത് ഫൈലോക്വിനോൺ അല്ലെങ്കിൽ വൈറ്റമിൻ K2 അതായത് മെനാക്വിനോൺ. K1 പൊതുവെ അടങ്ങിയിരിക്കുന്നത് പച്ചില വിഭാഗത്തിൽപ്പെടുന്ന പച്ചക്കറികളിലാണ്. അതേസമയം K2 വൈറ്റമിൻ MK1, MK2, MK3 എന്നിങ്ങനെയുള്ള രൂപത്തിൽ വിവിധ ഭക്ഷണങ്ങളിൽ കണ്ടുവരുന്നു. നമ്മളിപ്പോൾ വൈറ്റമിൻ K ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ K1 ഡെഫിഷ്യൻസിയാണ്. K2 ഡെഫിഷ്യൻസി എന്നൊരു സംഭവം തന്നെ ഇല്ല. നിസ്സാരം ഒരു വിക്കിപീഡിയ സെർച്ച് പോലും കാണിക്കുന്നത് വൈറ്റമിൻ K1, വൈറ്റമിൻ K2 എന്നതിൽ വേർതിരിവില്ല. വൈറ്റമിൻ K ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഫോർട്ടിഫിക്കേഷൻ കൂടെ ആവശ്യമില്ല വൈറ്റമിൻ Kക്ക്. WHO പോലും വൈറ്റമിൻ Kനെ ഒരു ന്യൂട്രിയന്റ് ഓഫ് കൺസേൺ ആയിട്ട് പരിഗണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ K1നെ നമ്മുടെ ശരീരം തന്നെ അതിനെ K2 ആക്കി മാറ്റും. ഇനി നിങ്ങളുടെ ശരീരം അത് ചെയ്തില്ലേ തന്നെ നിങ്ങളുടെ കട്ടിലുള്ള ബാക്ടീരിയ അതിനെ കൺവേർട്ട് ചെയ്തോളും. അത് തന്നെയല്ല, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുവാണ് CRനെയും ലൂസി മലയാളത്തെയും എസെൻസിനെയൊക്കെ ഒറ്റ സൈറ്റേഷൻ കാണിക്കാൻ പറ്റും. അതായത് വിറ്റമിൻ K2ന്റെ റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഇത്രയാണ് എന്ന് പറയുന്ന ഒറ്റ സൈറ്റേഷൻ കാണിക്കാൻ പറ്റും. ഇവിടെ CRന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ബോഡി സജസ്റ്റ് ചെയ്യുന്ന വിറ്റമിൻ K2ന്റെ RDA കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ആലോചിക്കണം, ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കുന്ന ഡാമേജ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലാണ്. കാര്യം നിങ്ങൾ അവിടെ കത്തിക്കുന്നത് ഫോസിൽ ഫ്യൂലാണ്. ഇത് പ്ലെയിനിലേ കൊണ്ടുവരാൻ പറ്റുമോ? ജപ്പാനിൽ നിന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ വീഗൻസ് പട്ടിണിയായി പോകും. പിന്നെ CR പറഞ്ഞത് വീഗൻസ് ഈ ടെമ്പെ, കിംചി ഒക്കെ വേറെ എവിടുന്നേലും ഇമ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് കാർബൺ എമിഷൻസ് ഉണ്ടാകും എന്നൊക്കെയാണ്. ഒന്നാലോചിക്കുകയാണെങ്കിൽ അത് കുറച്ച് ശരിയാണ്. കാരണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനായിട്ട് വേറെ ഒരു വഴിയില്ലല്ലോ, നമ്മളത് ഫ്രാൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമല്ലോ. ഒരു സയൻറ്റിഫിക് പ്ലാറ്റ്ഫോമിൽ ആണ് ഇതെല്ലാം പറഞ്ഞത് എന്ന് ഓർക്കണം നമ്മൾ.
ഇനി ഇതിൽ തന്നെ CR നൈസായിട്ട് ഉൾപ്പെടുത്താത്തൊരു ഐറ്റങ്ങളുണ്ട്. ഇവിടെ ഈ പടത്തിൽ കാണിച്ചിട്ടുള്ള പോലെ വൈറ്റമിൻ K2 MK7 എന്ന ഫോമിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഐറ്റമാണ് കിംചി. ഇനി നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും CR കിംചി എന്നുള്ള ഫുഡ് ഐറ്റത്തിനെ നൈസായിട്ട് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞെന്ന്? അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. പക്ഷേ അത് ഈ സ്ലൈഡിനകത്ത് വെക്കുവാണെങ്കിൽ CR എത്തിക്കാൻ നോക്കുന്ന ആ ഒരു പോയിന്റിലോട്ട് ഇത് എത്തത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ സയൻറ്റിഫിക് വളച്ചൊടിക്കൽ പരാജയപ്പെട്ടു പോകുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ പറയുക. ഏതായാലും CR എമിഷൻസ് എന്ന് പറഞ്ഞ് നനഞ്ഞു. ഇനി നമുക്ക് ഡേറ്റ വെച്ച് കുളിച്ചു കയറാം. ഇവിടെ CR പറയുന്ന ടോപ്പിക്സിനെ കുറിച്ച് തീരെ സയന്റിഫിക് ലിറ്ററസി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത്. ഈ റുമിനന്റ് മീറ്റ് വഴി ഉണ്ടാകുന്ന കാർബൺ എമിഷൻസ് മാത്രം മൊത്തത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വഴി ഉണ്ടാകുന്ന കാർബൺ എമിഷൻസിനെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ എവിടുന്ന് സോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടി ഉപരി നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലാണ് കാര്യം വെൻ ഇറ്റ് കംസ് ടു കാർബൺ എമിഷൻസ്. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ വീഗൻസിന് യാതൊരു റിസ്ക്കും ഇല്ലാത്തൊരു വൈറ്റമിൻ അതിന് ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരം സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ അതൊരു കോസ് ഓഫ് കൺസേൺ ആയിട്ട് വരുത്തി തീർക്കുക, അതുവഴി ആൾക്കാരെ ഫിയർ മോങ്കർ ചെയ്യുക, അതുപോലെ തന്നെ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. ഇതാണ് ഈ വീഡിയോയിലെ ഈ ഭാഗം കൊണ്ട് ചന്ദ്രശേഖർ രമേശ് ചെയ്തിരിക്കുന്നത്. കുറേ ഡേറ്റ പറയാനുണ്ട്, കുറേ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ലെങ്തിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വീഡിയോ മൊത്തം ഡേറ്റ വെച്ച് മെഴുകി വെച്ചേക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് വെറുതെയാണ്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആകെ 2 പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ആ പേപ്പറിലുള്ള കോമഡിയെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ CR ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുവാണെങ്കിൽ കുറേയൊക്കെ കൈ നിട്ട സംഭവങ്ങളാണ്, അതായത് തള്ളാണ്. പിന്നെ വേറെ കുറച്ചൊക്കെ റാൻഡം ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇയാളുടെ ഈ സ്ലൈഡിൽ വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം ഞങ്ങൾ റിവേഴ്സ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് കിട്ടിയത് ഇതാണ്. dailyMint.com എന്ന ബ്ലോഗ് സൈറ്റിൽ നിന്ന് എടുത്ത ഒരു ക്ലിപ്പിംഗ് ആണിത്. വാവ്, പീക്ക് സയൻറ്റിഫിക് ടെമ്പർ അറ്റ് ഫുൾ ഡിസ്പ്ലേ. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സൈസിലുള്ള ഉടായ്പായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. എന്നിട്ടാണ് കാണുന്ന പരിപാടിയിലും സ്റ്റേജിലും എല്ലാം ചെന്നിട്ട് സയൻറ്റിഫിക് ടെമ്പറും സ്യൂഡോ സയൻസ് ഡിബങ്ക് ചെയ്യുന്നതിനെക്കുറിച്ചും വാദവരാതെ പ്രസംഗിക്കുന്നത്. പരിഹസിക്കേണ്ടത് തെറ്റാണെന്ന് കാണേണ്ടത് തിരുത്തിയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്കത് വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട്, വിശ്വസിക്കാതിരിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഈ കണ്ട കാര്യങ്ങൾ ഇതൊന്നും എടുക്കാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇന്നുള്ള വസ്തുതാപരമായിട്ടുള്ള തെളിവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപഹാസ്യമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിരുന്നാൽ കളിയാക്കും. അപ്പോൾ അത് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളല്ല മാറേണ്ടത്. ഒന്നീ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റുക, അല്ലെങ്കിൽ കളിയാക്കണമെന്ന് പറഞ്ഞ് കരയാതെങ്കിലും ഇരിക്കുക. ഓക്കെ, പിന്നുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പ്രധാനമായിട്ടും മറ്റൊരു യൂട്യൂബറിന്റെ ഒരു വീഡിയോയിൽ നിന്നാണ് വരുന്നത്. അത് അതിനകത്ത് ഇമേജസ് പോലും മാറ്റാതെ അതേപടി വെച്ചിട്ടുണ്ട് CRന്റെ സ്ലൈഡിനകത്ത്. പക്ഷെ അതൊക്കെ പിന്നെയും പോട്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സോ കോൾഡ് ഡേറ്റ എല്ലാം അടിച്ചു മാറ്റിയത് ആരുടെ അടുത്തു നിന്നാണ് എന്നറിയുമ്പോഴാണ് അത് അതിലും വലിയ കോമഡി ആവുന്നത്. So I'm going to eat 30 eggs a day for 30 days. A while ago, I was reading about this bodybuilder from the 1960s who claimed that eating 36 eggs a day for 6 to 8 weeks. അത് 30 മുട്ട ഒരു ദിവസം കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒരാളുടെ ചാനലിൽ നിന്നാണ് ഇതെല്ലാം CR അടിച്ചു മാറ്റിയത് എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ഇതുപോലത്തെ ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് നൈസായിട്ട് CR ഇതൊക്കെ പോയിട്ട് ഈ സോ കോൾഡ് ഡേറ്റ എല്ലാം ചിരണ്ടി എടുത്തത്. ബൈ ദ വേ, ആ വീഡിയോ അറ്റ് പ്രസന്റ് തറലി ഡിബങ്ക്ഡ് ആണ്. ആ വീഡിയോയിലെ പല റെഫറൻസസും അയാൾ പോലും മര്യാദയ്ക്ക് വായിച്ച് നോക്കാതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. ഇനി CR ഇതെല്ലാം അങ്ങനെ നൈസായിട്ട് ചുരണ്ടി എടുത്തപ്പോൾ പറ്റിയതും അതൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ എന്തായാലും നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. മിനിമം ഈ വീഡിയോയിൽ സൈറ്റ് ചെയ്ത പേപ്പേഴ്സെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കായിരുന്നു CRന്. പക്ഷേ അതൊന്നും പെട്ടെന്നൊരു വീഡിയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നടക്കത്തില്ലല്ലോ. ഞാൻ ആ ഫേസ്ബുക്കിനകത്ത് ഇട്ടു എന്ന് പറഞ്ഞ പോസ്റ്റിനകത്ത് കഞ്ഞിയുടെ പടമാണ് കാണിച്ചത്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വീഗൻസ് കഞ്ഞികളാണെന്ന് പറഞ്ഞു എന്ന്. ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു സാധാരണ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. അപ്പോൾ ഇത് പണ്ട് ചന്ദ്രശേഖർ രമേശ് ഈ വീഡിയോ തന്നെ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോയിൽ വളരെ റെസ്പെക്ട്ഫുള്ളി അദ്ദേഹത്തിനെ കോൾ ഔട്ട് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ക്രിറ്റിസിസത്തിന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ ഈ സൈസിലുള്ള കള്ളത്തിനാണ്. ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത് കഞ്ഞിയും പയറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു സാധാരണ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. അല്ലാതെ അത് വിഷ്വലി അപ്പീലിംഗ് അല്ല എന്നൊരു കംപ്ലയിൻറ്റ് അവർ മറുപടിയായിട്ട് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണാനിടയായി.
വിഷ്വലി അപ്പീലിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കളർ ചേർക്കാം, അപ്പുറത്ത് കളർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഫോർട്ടിഫൈഡ് ഫുഡ് എന്ന് പറയുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ട സാറേ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ അവരാതും വിളിച്ച് പറയുന്നുണ്ട്. ചുമ്മാ ഫാക്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് വേറെ എന്തൊക്കെയോ ആക്കി മാറ്റി തീർത്ത് എന്തോ സപ്ലിമെന്റ്സും ഫുഡ് കളറും ഒക്കെ ആയിട്ട് കൂട്ടിക്കുഴച്ച് എന്തൊക്കെയോ ഇവർക്കായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഒരു സോ കോൾഡ് സയന്റിഫിക് കമ്മ്യൂണിക്കേറ്ററിന്റെ ന്യൂട്രീഷണൽ ലിറ്ററസി. അദ്ദേഹം വീഗൻ ഫുഡെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് വീഗൻസ് എല്ലാവരും കഞ്ഞിയും പയറുമാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ ഹെൽത്തി ആയിട്ടുള്ള വീഗൻ ഫുഡ് സോഴ്സസ് ഉള്ളപ്പോൾ, ഫോർ എക്സാമ്പിൾ ഹോൾ ഗ്രീൻസ്, അതുപോലെ തന്നെ ലെഗ്യൂംസ്, അരിവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ടോഫു, സോയാ ചങ്ക്സ് ഇല്ല TVP, പിന്നെ വളരെ ഹൈ ന്യൂട്രിയൻ ഡെൻസിറ്റി ഉള്ള ന്യൂട്രീഷൻ ഈസ്റ്റ് പോലത്തെ ഫുഡുകൾ. കറുവപ്പട്ട കായം, കുടംപുളി, വാളംപുളി, സാമ്പാർപൊടി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചുക്ക്, ഉരേക്ക, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, കാച്ചില്, വെള്ളരിക്ക, ചേന, ചേമ്പ്, തക്കാളി, പച്ചക്ക, കറിവേപ്പില, തുളസിയില, നാരങ്ങ, പഴം, പയർ, പടവലങ്ങ, വഴുതനങ്ങ, പാവയ്ക്ക, പീച്ചിങ്ങ, ഓമയ്ക്ക, കാബേജ്, നീലച്ചീര, പച്ചച്ചീര, ചുവന്നീര, ചേന, അരി, അരിപ്പൊടി, ഗോതമ്പ്, ഗോതമ്പ്, റവ, ഉഴുന്ന് പരിപ്പ്, കാപ്പിപ്പൊടി, തേയില, പഞ്ചസാര, ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മാംഗസ്റ്റൈൻ, സപ്പോട്ട, ചക്ക, മാങ്ങ. താങ്ക് യു ബ്രോസ്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് CR നൈസായിട്ട് ഇതുപോലത്തെ വിഷ്വലി അൺഅപ്പീലിംഗ് ആയിട്ടുള്ള ഫുഡ് ചെറിയിപ്പിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെയുള്ള ഓരോ ന്യായീകരണങ്ങൾ കൊടുക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ബയസ് കാരണം മാത്രമാണ് ഇദ്ദേഹം കഞ്ഞിയും പയറും ചൂസ് ചെയ്തത്. ഇത്രയൊക്കെ അധികം ഹെൽത്തി ആയിട്ടുള്ള വീഗൻ ഫുഡ് സോഴ്സസ് ഉള്ളപ്പോൾ. എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയൽ, നല്ല പേര്. ഇനി ഇയാളുടെ ചെറിപ്പിക്കിംഗ് എബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. അതിനെക്കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെന്തായാലും പിന്നീടാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ പല സംഭവങ്ങളും വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന വീഡിയോ സീരീസിലെ ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ എസൻസിലെ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ മാസ് റിപ്പോർട്ട് അടിച്ച് നമ്മുടെ വീഡിയോയും ചാനലും കളയാത്തടത്തോളം നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ ഇനി കാണാൻ വരും. കാര്യം നിങ്ങൾ അവിടെ കത്തിക്കുന്നത് ഫോസിൽ ഫ്യൂലാണ്. ഇത് പ്ലെയിനിലേ കൊണ്ടുവരാൻ പറ്റുമോ? ജപ്പാനിൽ നിന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ വീഗൻസ് പട്ടിണിയായി പോകും.